നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് മാത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ അന്യഭാഷാ സിനിമകളും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. വീഡിയോയിലേക്ക് പോകാം. സുൽത്താൻ ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ. ആദ്യം തന്നെ പറയാൻ പോകുന്നത് അന്യഭാഷാ ചിത്രങ്ങളെ കുറിച്ചാണ്. കേരളത്തിൽ നിന്ന് 50 കോടി നേടിയിട്ടുള്ള അന്യഭാഷാ ചിത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ 50 കോടി നേടിയ അന്യഭാഷാ ചിത്രം എന്ന് പറയുന്നത് അത് ബാഹുബലി 2 എന്ന ചിത്രമാണ്. 2017 ചിത്രം ഇറങ്ങിയത്. ഇത് 50 കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ 50 കോടിക്ക് മുകളിൽ തന്നെയാണ് കളക്ഷൻ വരുന്നത്. അപ്പോൾ ബാഹുബലി 2 ആണ് ആദ്യത്തെ അന്യഭാഷാ ചിത്രം. അടുത്ത അന്യഭാഷാ ചിത്രം എന്ന് പറയുന്നതാണ് KGF ചാപ്റ്റർ 2. റോക്കി ബായിയുടെ രണ്ടാം വരവാണ് ചിത്രം. 50 കോടിക്ക് മുകളിൽ തന്നെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതും ഇപ്പോൾ 2 അന്യഭാഷാ ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനിയും പറയാൻ പോകുന്നത് അന്യഭാഷാ ചിത്രങ്ങൾ തന്നെയാണ്. അത് കാന്താര ചാപ്റ്റർ 1 എന്ന് പറയുന്ന സിനിമയാണ് അടുത്ത കേരളത്തിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ സിനിമ എന്ന് പറയുന്നത്. അടുത്തത് ലിയോ എന്ന് പറയുന്ന സിനിമയാണ്, വിജയ് ചിത്രം. ഈ ചിത്രവും കേരളത്തിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ്. അടുത്ത ലാസ്റ്റത്തെ അന്യഭാഷാ സിനിമ എന്ന് പറയുന്നത് ജയിലർ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയും കേരളത്തിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമയാണ്. അങ്ങനെ അന്യഭാഷാ സിനിമകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ മലയാള സിനിമയിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം ആദ്യമായി 50 കോടി നേടിയ സിനിമ എന്ന് പറയുന്നത് അത് മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയാണ്. കേരളത്തിൽ നിന്ന് 50 കോടി നേടിയ ആദ്യ സിനിമ എന്ന് പറയുന്നത്. അടുത്ത കേരളത്തിൽ നിന്ന് മാത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ സിനിമ എന്ന് പറയുന്നത് അത് മോഹൻലാലിന്റെ തന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയും കേരളത്തിൽ നിന്ന് മാത്രം 50 കോടിക്ക് മുകളിൽ നേടിയ സിനിമയാണ്. അടുത്ത സിനിമ ഏതാണെന്ന് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നല്ലോണം വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നല്ല രീതിയിൽ ആളുകൾക്ക് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത സിനിമയിലേക്ക് പോകാം. അടുത്ത സിനിമ എന്ന് പറയുന്നത് RDX എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയും കേരളത്തിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ്. അടുത്തതായിട്ട് കേരളത്തിൽ നിന്ന് മാത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ് 2018 എന്ന സിനിമ. ടോവിനോയാണ് ഈ സിനിമയുടെ നായകൻ. അപ്പോൾ ഇത്രയൊന്നും അല്ല കേരളത്തിൽ നിന്ന് 50 കോടി നേടിയ സിനിമകൾ ഇനിയും കുറേയുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഇടുന്നില്ല. അടുത്തൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചായിരിക്കും പാർട്ട് 2 വീഡിയോ ഉണ്ടാവുക എന്ന് അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നല്ല റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ പാർട്ട് 2 വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.